ഇവിടെ നിങ്ങൾ ജർമ്മനിയിൽ വരാണെങ്കിൽ നിങ്ങൾക്ക് മിക്ക സ്ഥലത്തും കാണാവുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് ടൈപ്പാണ് എഡേക്ക, കൗഫ്ലാൻഡ്, അൽദി ഒക്കെ. ഇവർക്കൊരു ചെയിൻ തന്നെ ഉണ്ട്. ലൈക്ക് ജർമ്മനി മൊത്തം എന്തുണ്ടാവും, ഇവരുടെ ഷോപ്സ് ഉണ്ടാകും. അപ്പോൾ നമുക്ക് എഡേക്കയിൽ നമുക്ക് ഇന്ത്യൻസിന് പറ്റുന്ന എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ഓക്കെ, സൂപ്പർ മാർക്കറ്റിലല്ലാതെ പുറത്ത് ഇങ്ങനെ വെജിറ്റബിൾസ് വിൽക്കാൻ വെച്ചിട്ടുണ്ടാകും. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫാം വെജിറ്റബിൾസ് വേണമെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങണം. ഇതാണ് എഡേക്ക. നമുക്കിവിടെ നോക്കാം. നാട്ടിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള നോറിൻ്റെ സൂപ്പാണിത്. എന്താണെന്ന് മനസ്സിലായോ? നമ്മുടെ നാട്ടിലെ വെളിച്ചെണ്ണയാണ് സുഹൃത്തുക്കളെ. ഒരുവിധം നമുക്ക് വേണ്ട മസാലകളെല്ലാം ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യൻ സ്റ്റോറിൽ പോയാലും അവൈലബിൾ ആയിരിക്കും. കിച്ചണിൽ വരുമ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, എന്തിനാണ് ഇവർ ഈ കളർ എഗ്സ് വെച്ചേക്കുന്നതെന്നുള്ളത്. ആർക്കെങ്കിലും അറിയെങ്കിൽ പറയണേ. മഞ്ഞയ്ക്കാണോന്ന് എനിക്കറിയില്ല. തിരാമീസ് ഞാൻ ഒരുപാട് ഇതിൻ്റെ പ്രൊണൗൺസിയേഷൻ കാണുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതിന് ഒരുപാട് റീൽസിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ നമുക്കിത് ട്രൈ ചെയ്തേക്കാം. 1.99 euro ആണുള്ളൂ. €1.99 ഉള്ളൂ. മിൽഷ് റൈസ് ഉണ്ട്. മിൽഷ് റൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലെ പാൽ പായസത്തിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആയിട്ട് തോന്നും. നമുക്ക് ഇടയ്ക്കൊക്കെ ഒരു മധുരമായിട്ട് കഴിക്കാൻ നല്ലതാണ്. ഈസി ആയിട്ട് കുക്കൊന്നും വേണ്ട. നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഓവൻ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് മൈക്രോവേവ് ചെയ്താൽ മതി. ഫുഡ് ഐറ്റംസ്, റെഡി ടു കുക്ക് ഐറ്റംസ് ഇവിടെ കിട്ടും. ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ബെറ്റർ ഓപ്ഷനാണ്, ടൈം ഇല്ലാന്നുണ്ടെങ്കിലൊക്കെ. ഈ റൈസ് ഞാൻ ഒരെണ്ണം വാങ്ങിച്ചായിരുന്നു. അപ്പോൾ ഇതിൽ പ്രൗൺസും എല്ലാം ഉണ്ട്, ചിക്കൻ എല്ലാം ഉണ്ട്, ഒരു സീ ഫുഡും പ്ലാറ്റർ എല്ലാം ഉണ്ട്. പക്ഷേ ഇത് എനിക്ക് പേഴ്സണലി ടേസ്റ്റ് ഇഷ്ടമായില്ല. ഇവിടുത്തെ ചിക്കൻ വിങ്സ് നല്ല ടേസ്റ്റാണ്. അത് ഞാൻ കഴിച്ചിട്ടുണ്ട്. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. ഇത് ടേസ്റ്റ് ഉള്ളതാണ്. നമുക്ക് ഈസിലി ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതും ഹാഫ്ലി കുക്ക്ഡാണ്. പിന്നെ അതുപോലെ പിസ്സ, സലാമി അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ട്. ഈ സാധനം വേറെ ഏതൊരു ഡിഷാന്ന് തോന്നുന്നുണ്ട്. ഞാൻ എന്തെങ്കിലും ട്രൈ ചെയ്തിട്ടില്ല. നോക്കാം. എൻ്റെ പർച്ചേസിങ്ങും എൻ്റെ ഇടയിൽ കൂടെ ചെറുതായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം വേറെ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. 50-50 ആണെന്ന് വിചാരിച്ചിട്ടൊക്കെ കഴിക്കാം. ഇടയൊക്കെ അരിച്ച് വറുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. പക്ഷേ ഇവിടെ ചിപ്സൊന്നും നമ്മുടെ ആ ടേസ്റ്റിലേക്ക് വരത്തില്ല. സോ അതൊന്നും എടുക്കാണ്ടിരിക്കുന്നതാണ് ബുദ്ധി. മാഗിയുടെ പല വെറൈറ്റീസും ഇവിടെ ഉണ്ട്. ഒരുപാട് കൈൻഡ് ഓഫ് റൈസിൻ്റെ വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ അത് വാങ്ങിക്കുക. ലൈക്ക് ചിലത് വേവ് കൂടിയതായിരിക്കും, കുറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ അത് മേടിക്കുക. അതുപോലെ ഇഷ്ടംമാതിരി ടീ ഉണ്ട്. ഇപ്പോൾ ഞാൻ ജിഞ്ചറിൻ്റെ ടീ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ത്രോട്ടിന് കുറച്ച് പ്രശ്നമുള്ളതുകൊണ്ട് നാട്ടിൽ ഓറിയോ, ഞാനൊരു ഓറിയോ ഫാൻ അല്ല, സോ ഞാൻ എടുക്കുന്നില്ല. ഓറിയോ ഉണ്ട് ഇവിടെ. ഫ്ലൈറ്റ്സ്, നമ്മുടെ കിറ്റ് കാറ്റൊക്കെ ഉണ്ട് ഗൈസ്. ഈ നോപ്പർ എന്ന് പറയുന്നത് നല്ല ടേസ്റ്റ് ഉള്ളൊരു ചോക്ലേറ്റാണ്. ഒരു വേഫറാണ്, എനിക്ക് ഇഷ്ടമാണത്. അത് നാട്ടിൽ കണ്ടിട്ടില്ലാത്തൊരു സംഭവമാണ്. ഇതേപോലെ വലിയ പാക്കറ്റിൽ സിഗരറ്റ്സ് ഒക്കെ വിൽക്കാൻ വെച്ചേക്കുന്നത് കണ്ടോ. ഇവിടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു ഗൈസ്. ഞാൻ ഈ ബാഗ് എടുത്തോണ്ട് സാധനങ്ങൾ ബാഗിലിട്ടു. നമ്മൾ വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് സെപ്പറേറ്റ് ഷോപ്പിംഗ് ബാഗ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ വാങ്ങിക്കേണ്ടി വരും തോന്നുന്നു. ഞാൻ ഓൾറെഡി കയ്യിലെടുത്തോണ്ട് ഇതിലിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അല്ലാതെ നമ്മുടെ നാട്ടിലെ പോലെ സാധനങ്ങൾ മേടിക്കുമ്പോൾ നമുക്ക് കവർ തരുന്ന പരിപാടിയൊന്നും ഇവിടെ ഇല്ല. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബസ് തിരിച്ച് പോകാം. ഗൈസ് ബസ് സ്റ്റാൻഡ്, കുഞ്ഞു ബസ് സ്റ്റാൻഡാണ്. ഇങ്ങനെ ഏത് ബസ്സാണെന്നുള്ളത് ഇൻഫർമേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കണം. ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് DBയുടെ ആപ്പിൽ നോക്കുന്നതാണ്. നിങ്ങളുടെ ബസ് നമ്പർ ഉണ്ടാകും. ഇപ്പോൾ എൻ്റെ ഇവിടേക്കുള്ള ബസ് നമ്പർ എന്ന് പറയുന്നത് 655 ആണ്. അങ്ങനെ നിങ്ങളുടെ ബസ് നമ്പർ നോക്കിയിട്ട് നിങ്ങൾ നോക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. നിങ്ങൾക്ക് ഒരുപാട് ബുക്ക് ഷോപ്സ് കാണാം. കാരണം എന്താണെന്നറിയോ, ഇവിടെ കിൻഡർ ബുഷർ, നോർമൽ ബുക്സ് ഒക്കെ എടുത്ത് ഒരുപാട് ബുക്ക് ഷോപ്സ് കാണാം. കാരണം ഇവിടെയുള്ള ആൾക്കാർ നല്ലോണം ബുക്സ് വായിക്കും. നമ്മുടെ ഇവിടെ ഒന്നും അങ്ങനെ ബുക്ക് ഷോപ്സിനൊന്നും അത്ര ഇമ്പോർട്ടൻസ് ഇല്ലല്ലോ. ബസ് സ്റ്റോപ്പിൽ നിന്നാലാണ് ഇവിടെ നിന്ന് പോണ ബസ് നമുക്ക് കിട്ടത്തുള്ളൂ. ബസ് വരുന്നുണ്ട്. ആയിട്ടൊന്ന് വഴി തെറ്റി. ഞാൻ എൻ്റെ അവിടുത്തെ നമ്പറിലല്ലാത്തൊരു ബസ് കയറി. ഞാൻ വിചാരിച്ചു ഈ റൂട്ടിലേക്കുള്ള ലിയോൺബർഗിലേക്കുള്ള ബസ് അവിടെ നിർത്തുമെന്ന് വിചാരിച്ചു. എൻ്റെ മിസ്റ്റേക്ക്. നിർത്തിയില്ല, നേരെ എൻ്റെ സ്റ്റോപ്പിൻ്റെ അപ്പുറത്തെ സ്റ്റോപ്പിലൊന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അഗെയിൻ ട്രെയിൻ എടുത്തിട്ട് വീണ്ടും പോകണം. നമുക്ക് പോകേണ്ട സ്റ്റേഷൻ്റെ ഡീറ്റെയിൽസും ഏത് ട്രെയിനാണുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ഉണ്ടാകും. ട്രെയിൻ വന്നു കണ്ടോ. ഇവിടെ നമുക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ എഴുതി കാണിക്കും. ആൻഡ് ഇവിടുത്തെ ട്രെയിനിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ, തിരക്ക് കുറവാണ്. നമ്മുടെ നാട്ടിലെ ട്രെയിനൊന്നും ഇങ്ങനെ തിരക്ക് വെച്ചിട്ടുണ്ടാവില്ല. സോ തിരക്ക് കുറവാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് മാസം 58 യൂറോൻ്റെ ഒരു ഡോയ്ച്ചെ ടിക്കറ്റ്, സ്റ്റുഡൻസിനാണെങ്കിൽ റേറ്റ് കുറഞ്ഞു കിട്ടും. അപ്പോൾ ഈ 58 യൂറോൻ്റെ ഒരു ഡോയ്ച്ചെ ടിക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ട്രെയിൻ, ട്രാം, ബസ് എല്ലാം 1 മന്ത് യൂസ് ചെയ്യാം. എല്ലാ മാസം ഈ ഒരു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ജർമ്മനി മൊത്തം നിങ്ങൾക്ക് ഇറങ്ങാം. അതെനിക്ക് ഭയങ്കര നല്ലൊരു സംഭവമായിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് ജർമ്മനിയിൽ എവിടെ വേണമെങ്കിലും ഈ ഒരു ടിക്കറ്റ് വെച്ചിട്ട് ബസ്, ട്രാം, ട്രെയിൻ ഒക്കെ ആക്സസ് ചെയ്യാം. അപ്പോൾ
അത് എനിക്ക് ഭയങ്കര നല്ല സംഭവം തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വരണം എന്നുള്ളവർ കമൻറ്റ് ചെയ്യുക.